കണ്ണൂർ ജില്ലയിലെ എടക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് ചാല ഭഗവതി ക്ഷേത്രം. പരശുരാമ മഹർഷിയാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് ശ്രീ ചാല ഭഗവതി ക്ഷേത്രം. രാക്ഷസനായ ദാരികനെ വധിച്ചതിന് ശേഷമുള്ള ഭാവത്തോടു കൂടിയ ഭദ്രകാളിയെയാണ് പരശുരാമ മഹർഷി ഇന്നത്തെ പടിഞ്ഞാറേ നടയിൽ ആദ്യമായി പ്രതിഷ്ഠിച്ചത്. കിഴക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ച ഭദ്രകാളിയുടെ മുഖത്തു നിന്നും പ്രസരിച്ച ഊർജ്ജപ്രവാഹത്താൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നോക്കത്താ ദൂരത്തോളം വരുന്ന ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും നാശം സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ജീവജാലങ്ങൾ താപം സഹിക്കവയ്യാതെ പരവശരായത് കണ്ട പരശുരാമൻ ഭദ്രകാളിയുടെ രൗദ്രഭാവത്തിൻ്റെ തീഷ്ണത കുറയ്ക്കുവാനായി ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് നേരെ മുന്നിലായി സൗമ്യമൂർത്തിയായ ശ്രീ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചു. സഹോദരിയെ മുന്നിൽ ദർശിച്ച ഭദ്രകാളി തൻ്റെ രൗദ്രഭാവം കുറച്ചു എന്നാണ് ഐതിഹ്യം. കിഴക്കേ നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ജനങ്ങൾ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തി വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. കിഴക്കേ നടയിൽ ആദ്യം ദുർഗാ ഭഗവതിയെ ദർശിച്ച് പ്രദക്ഷിണം ചെയ്ത് തെക്ക് ഭാഗത്ത് ശ്രീപേരും തൃക്കാവിലപ്പനെ തൊഴുത് പടിഞ്ഞാറേ നടയിലെത്തുമ്പോൾ മാത്രമേ ശ്രീ ഭദ്രകാളി പ്രതിഷ്ഠ ദർശിക്കുവാനാവുകയുള്ളൂ. ദുഷ്ടരാക്ഷസനായ ദാരികനെ വധിച്ചിട്ടും തീരാത്ത പോർക്കലിയോടുകൂടി നിൽക്കുന്ന ദേവിയുടെ ചൈതന്യപൂർണമായ വിഗ്രഹം മുന്നിൽ നേരെ നിന്ന് തൊഴാനോ ശ്രീകോവിലിന് മുന്നിലൂടെ മുറിച്ചു കടക്കുവാനോ പാടില്ലെന്ന് പറയപ്പെടുന്നു. ഇരുവശങ്ങളിൽ മാറി നിന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മാത്രമേ തൊഴാൻ പാടുള്ളൂ. ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ അമ്മൂപ്പറമ്പ് എന്ന സ്ഥലം 500 മീറ്റർ ദൂരത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് ചാല 12 കണ്ടി എന്ന പ്രദേശത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു. അമ്മയുടെ പറമ്പ് അമ്മൂപ്പറമ്പായി എന്നാണ് സ്ഥലകാല ചരിത്രം. ഈ പുണ്യസ്ഥലത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പറയപ്പെടുന്നുണ്ട്. അതിലൊന്ന് ശ്രീ ചാല ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീ ഭദ്രകാളി തപസ്സിനായി തിരഞ്ഞെടുത്ത സ്ഥലം എന്നാണ്. അമ്മ ധ്യാനനിരതയായിരുന്ന സ്ഥലമായതിനാൽ ഇവിടെ ക്ഷേത്രവും പൂജാവിധികളൊന്നും പാടില്ലെന്നും ഒരു നേരത്തെ നിവേദ്യവും മാല ചാർത്തലും മതിയെന്ന് വിധിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും മീനമാസത്തിലെ പൂരം നാളുകളിൽ ചാല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടപ്പെടുന്നു. ഇരട്ടത്തിടമ്പെഴുന്നള്ളത്ത്, അമ്മൂലമ്മ സന്നിധാനത്തിൽ എഴുന്നള്ളത്ത്, ചാക്യാർകൂത്ത്, ശ്രീഭൂതബലി, കളപൂജ, ഗ്രാമപ്രദക്ഷിണം, പള്ളിവേട്ട, അമ്മൂലമ്മ സന്നിധാനത്തിൽ കൂടിപ്പിരിയൽ ചടങ്ങ്, നവകാഭിഷേകം, പൂരക്കുളി, ആറാട്ട് എന്നീ ഭക്തി നിർഭരമായ ചടങ്ങുകൾ ഉത്സവ ദിവസങ്ങളുടെ പ്രത്യേകതയാണ്.